ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങിയപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച് പരാമർശം നടത്തിയ വിദ്വേഷ പരാമർശം നടത്തിയ ബി.ജെ.പി. മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിൽ ഇന്നലെ മധ്യപ്രദേശ് ഹൈക്കോടതി ഉടൻ തന്നെ മന്ത്രിക്കെതിരെ കേസെടുക്കണം എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ മന്ത്രിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഇൻഡോർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കും എന്നതാണ് വിജയ് ഷായുടെ പ്രതികരണം. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, പറയാനുള്ളത് ഒക്കെ വർഗീയത തുപ്പുന്ന വിധം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലുള്ളത് അപ്പാടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. പറയുന്നത് രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലൊപ്പം ഉണ്ടായിരുന്ന ഒരു കേണലിനെ കുറിച്ചാണ് എന്നതാണ്. അവിടെ സ്ത്രീ എന്നതല്ല വിഷയം, മതവുമല്ല വിഷയമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അധികാരത്തെ സ്ഥാനത്തിരിക്കുന്ന ബി.ജെ.പി. മന്ത്രി കാണിച്ചില്ല എന്നത് തന്നെയാണ് പറയേണ്ട കാര്യം. അതിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ പോലീസ് കേസെടുത്തിരിക്കുന്നു. അപ്പോഴും അടുത്ത നടപടിക്ക് വേണ്ടി കോടതിയിൽ സമീപിച്ചാലും തെറ്റില്ല എന്ന നിലപാടിലാണ്. തെറ്റ് മനസ്സിലാക്കുക എന്ന ബോധം ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണ് വിജയ് ഷായ്ക്കെതിരെ പറയാനുള്ളത് എന്നാണല്ലോ. അന്ന, ഈ വിജയ് ഷായുടെ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പരാമർശത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പശ്ചാത്തലത്തിൽ, പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ അത്തരത്തിൽ എല്ലാ നടപടികൾക്കും നേതൃത്വം നൽകുകയും നമ്മളോട് നിരന്തരമായി ഈ വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തന്നെ അവർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശത്തിൽ വലിയ വിമർശനമാണ് ബി.ജെ.പിയെ സംബന്ധിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. മധ്യപ്രദേശിൽ കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ഇത് പരിഹാസ്യകരമാണ്, അതല്ലെങ്കിൽ സായുധ സേനയെ തന്നെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിജയ് ഷായ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരോ ബി.ജെ.പിയോ ഈ വിഷയം സംബന്ധിച്ച് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഗുരുതരമാണ് എന്ന് തിരിച്ചറിയാൻ ബി.ജെ.പി. ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് സോഫിയ ഖുറേഷിക്കെതിരെ ഇത്തരമൊരു പരാമർശം നടത്തി ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഗതി. അവർ സംരക്ഷിക്കുകയാണ് വിജയ് ഷായെ. എന്തിനു വേണ്ടിയാണ് ഈ കാലതാമസം എടുക്കുന്നത് എന്നതാണ് അത് കൊടുക്കുന്ന രാജ്യത്തിന് മൊത്തം കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നത് ബോധ്യമില്ലാതാകുന്നു എന്നതാണ് ചോദിക്കേണ്ട ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ബി.ജെ.പി. നേതാക്കളുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുള്ള വർഗീയത ഓരോ ഘട്ടത്തിലും, ഈ പ്രതിസന്ധി ഘട്ടത്തിലടക്കം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് പോലും ഈ വർഗീയത വിളമ്പുന്ന തരത്തിലേക്ക് ബി.ജെ.പി. മാറിയിട്ടുണ്ട് എന്നുള്ള ഖേദകരമായിട്ടുള്ള വിഷയമാണ്. രാജ്യത്തെ സംബന്ധിച്ച് എല്ലാവരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരാളുടെ സമുദായം, ഒരാളുടെ മതവും ജാതിയും ഒക്കെ പരിശോധിച്ചുകൊണ്ട് അതിനെ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ സംബന്ധിച്ച് വളരെ ഖേദകരമാണ്. അതോടൊപ്പം തന്നെ പരിഹാസ്യമാണ്. ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കൾ ആദ്യമായല്ല ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത്. അവരുടെ ഉള്ളിലുള്ള വർഗീയത എല്ലാ ഘട്ടത്തിലും പുറത്തു വന്നിട്ടുള്ളതാണ്. ആ രാജ്യം ഇതൊക്കെയും കണ്ടിട്ടുള്ളതാണ് നേരത്തെ. എങ്കിൽ പോലും ഈ ഖുറേഷിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയത്തില്ല. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി. എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്നുള്ളതാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് അയാളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ബി.ജെ.പി. എന്ത് നടപടിയാണ് അയാൾക്കെതിരെ എടുത്തിട്ടുള്ളത്, ഈ വിജയ് ഷായ്ക്കെതിരെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യമായി ഉയരുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പരാമർശം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് മോശപ്പെട്ട പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ഇത്രയും വലിയൊരു സൈനിക നേതൃത്വത്തിനൊക്കെയും ചുക്കാൻ പിടിക്കുകയും അത് നിരവധി തവണ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഖുറേഷി. എല്ലാ ഘട്ടങ്ങളിലും ഖുറേഷി എന്ന് പറയുന്ന കേണൽ ആ ഉദ്യോഗസ്ഥരോട് കാണിക്കേണ്ട മര്യാദ, അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഒരു വർഗീയപരമായി ജനങ്ങളെ ഐക്യത്തോടെ
മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നശിപ്പിക്കുക എന്നുള്ളൊരു നിലപാട് BJPയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വിഷയം വീണ്ടും ചൂണ്ടിക്കാണിക്കുകയും നിങ്ങൾ പെഹൽഗാമിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ സ്ത്രീകളുടെ സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ചപ്പോൾ നിങ്ങളുടെ സഹോദരിയെ തന്നെ ഞങ്ങൾ അതിനായി അയക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഏത് തരത്തിലാണ് BJP മന്ത്രിയുടെ മനസ്സ്. അല്ലെങ്കിൽ പൊതുവെ BJPക്കാരെല്ലാം തന്നെ ഈ ഒരു പ്രസ്താവനകളും ഇത്തരത്തിൽ പരാമർശങ്ങളും നടത്താറുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു. നരേന്ദ്രമോദി നടത്തുന്നു, ആഭ്യന്തരമന്ത്രി നടത്തുന്നു, BJPയുടെ പിന്നാലെ അണിനിരക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. പക്ഷേ ഈ ഗുരുതരമായ ഘട്ടത്തിലും ഈ പ്രസ്താവന നടത്തിയിട്ടും എന്തുകൊണ്ടാണ് BJP നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ശക്തമാകുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നടപടി ഉണ്ടാകേണ്ടത് ഇത്ര വൈകേണ്ട ആവശ്യമില്ല. ഇനി നടപടി ഉണ്ടാകുമോ എന്നും അറിയേണ്ടതുണ്ട്. അത് നടപടി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട മാത്രം കാര്യമാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പക്ഷേ BJP മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുമ്പോൾ BJP കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നതാണ് ഇതുവരെയും നടപടി ഉണ്ടാകാത്തതിൽ വിജയ് ഷായോട് ചോദ്യമുയർത്താത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.